അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ കുട്ടികളാണോ? അല്ല, 10, 40, 50 വയസ്സായ മുതുക്കന്മാരാണ് യുദ്ധത്തിന്റെ പേരിൽ ആവേശം കൊള്ളുന്നത്. ഇവനൊക്കെ ലേശം ബോധം ഉണ്ടാവും. ഒന്ന് ആലോചിക്കാൻ പോലുള്ള സാമാന്യ ബോധം, ഒരു ചെറിയ കുട്ടിക്കുള്ള ബോധം പോലൊന്നും ഈ 10, 50 വയസ്സായ ഈ മുതുക്കന്മാർക്കൊന്നുമില്ല. ഇവരിങ്ങനെ ആവേശം കൊള്ളുന്നത്. ഇതിന്റെയൊക്കെ പ്രത്യാഘാതം സ്വന്തം അടുക്കളയിൽ പോലും എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സാമാന്യ ബോധം പോലൊന്നും ഇത്തരക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പശ്ചിമേഷ്യയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെയുള്ള ഈ ഒരു സംഘർഷം, ഈ ഒരു യുദ്ധം, ഇത് നേരിട്ട് ബാധിക്കുന്നത് ഇറാന്റെ സമീപത്തുള്ള അമേരിക്കൻ മിലിറ്ററി ബേസുള്ള രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഇറാനും മാത്രമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പുറമെ നമ്മളെ ഇന്ത്യയെ വരെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത് എന്നായിരിക്കും പലരുടെയും ചോദ്യം. ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. എങ്കിൽ കൂടി ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് പഴയ പോലെ ഒന്നുമല്ല. ഒരു ചങ്ങല പോലെ, ഒരു ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഓരോ രാജ്യങ്ങൾ തമ്മിലും. അതുകൊണ്ട് തന്നെ ഒരറ്റത്ത് ഈ ചങ്ങലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തീ പിടിച്ചാൽ അതിന്റെ ചൂട് ആ ഭാഗം മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ആ ചങ്ങലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ബാധിക്കുമെന്നാണ് പുതിയ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യയിലും ഇതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിന്റെ ഉദാഹരണമായി പറയുന്നത് ഡൽഹി, മുംബൈ, ബംഗളൂരു പോലുള്ള മെട്രോ നഗരങ്ങളിൽ പല റെസ്റ്റോറന്റുകളും ഇതിനോടകം തന്നെ ഷട്ട് ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത്. ഷട്ട് ഡൗൺ ചെയ്തത് ഒരിക്കലും കച്ചവടം പറഞ്ഞിട്ടല്ല കേട്ടോ, നേരെ മറിച്ച് ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യത കുറവ് മൂലമാണ് ഇന്ത്യയിലെ ഈ പ്രമുഖ മെട്രോ നഗരങ്ങളിലൊക്കെ പല റെസ്റ്റോറന്റുകളും ഷട്ട് ഡൗൺ ചെയ്തത് എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. See, the LPG situation is since yesterday morning we have not received any supplies from our distributor. What we have come to know is the distributor says the refilling stations have totally shut down the supply of any commercial gas cylinders. And we hoteliers are entirely dependent on LPG cylinders, except very few hotels who have pipe gas connections in the newer areas. And restaurants like us in the old areas, they are totally dependent on gas cylinders. And as of now, we don't have any other alternatives. So the supply doesn't come by today evening or tomorrow. Even we don't know what we can do after tomorrow afternoon. If you close the restaurant for one day, how much loss are we looking at? We are nearly about 25,000 to 30,000 rupees straight away loss is there. Because one is we are on a rent, and another one is staff food and everything we have to give. And rest is you don't you have to calculate further what is the damage and all things. Sir, how many days can you survive with the current stock? Only 2 days, madam. Today and tomorrow. How many cylinders do you need in a day? 4 cylinder per day. So we have right now it is 6 we have in the stock. From yesterday they have not given the supply. Day before yesterday also they have not given. So we used to hold about 12 cylinders as per our stock limits are there. 3 days in buffer. So totally it comes to 12 cylinder. So tomorrow is the last day for us. അതുപോലെ തന്നെ ഈ പറയുന്ന നഗരങ്ങളിലൊക്കെ പെയിൻ ഗസ്റ്റുകളായിട്ട് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയുന്നതാണ്. ഇത്തരം പെയിൻ ഗസ്റ്റുകളോട് അവിടുത്തെ താമസക്കാർ ഇതിനോടകം തന്നെ ഇനി മുതൽ ഭക്ഷണം തരാൻ സാധിക്കില്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ കാരണവും ഈ ഗ്യാസിന്റെ ലഭ്യത മൂലമാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഊർജ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഗ്യാസിന്റെ കാര്യത്തിൽ ഇന്ത്യ മഹാരാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ മെട്രോ നഗരങ്ങളിൽ ഇപ്പോഴേ കണ്ടു തുടങ്ങി. ഒട്ടും വൈകാതെ സെമി മെട്രോ നഗരങ്ങളിലേക്കും നോൺ മെട്രോ നഗരങ്ങളിലേക്കും നമ്മുടെ വില്ലേജുകളിലേക്ക് പോലും ഈ പ്രതിസന്ധി ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. മെട്രോ നഗരങ്ങളിൽ എങ്ങനെയാണ് ഇത് ഇപ്പോൾ ബാധിച്ചു തുടങ്ങിയതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും മെട്രോ നഗരങ്ങളിലൊക്കെ ടാക്സി ആയിട്ടുള്ളത് പ്രധാനമായിട്ടും ഓട്ടോയാണ്. നമുക്കെല്ലാം അറിയാം. ഈ മെട്രോ നഗരങ്ങളിലുള്ള ഓട്ടോകളിൽ മിക്കതും LPG ഉപയോഗിച്ചാണ് ടാക്സിയായി ഓടുന്നത്. അതുകൊണ്ട് തന്നെ LPGന്റെ ഈ ലഭ്യതക്കുറവ് മൂലം വരും ദിവസങ്ങളിൽ ഇത്തരം ടാക്സികളൊക്കെ സൈഡാക്കി നിർത്തേണ്ടി വരും എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം പ്രധാനമായിട്ടും അവരുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. അതില്ലാതെ പിന്നെ അവരെങ്ങനെ ഓടാനാണ്? അതുകൊണ്ട് തന്നെ ഇത്തരം ടാക്സികളൊക്കെ ഉടൻ തന്നെ സൈഡാവുമെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഉടൻ തന്നെ സൈഡാവെന്ന് പറയുന്ന ഈ പ്രതിസന്ധി നിലവിലെ സാഹചര്യത്തിൽ ഉള്ളതുപോലെ തന്നെ ഇനിയും തുടർന്നാൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ಗ್ಯಾಸ್ ಮುಟ್ಟಿಬಿಟ್ರೆ ನಮ್ಮ ಸಂಸಾರ ಹೆಂಗೆ ಮಾಡೋದು? ಮನೇಲಿ ಕುತ್ಕೊಂಡು ನಾವು ಏನು ಮಾಡೋದು? ಗಾಡಿನೇ ಓಡಲಿಲ್ಲ ಅಂದರೆ ನಮ್ಮ ಜೀವನ ಹೆಂಗೆ ಮಾಡ್ತೀವಿ? ಜೀವನ ಹೆಂಗೆ ಮಾಡೋಕ್ಕಾಗುತ್ತೆ? ಅದರಿಂದ ತುಂಬ ಪ್ರಾಬ್ಲಮ್ ಆಗಿದೆ. ಸ್ಟಾಕ್ ಸಿಗ್ತಾ ಇಲ್ಲ, LPG ಸಿಗ್ತಾ ಇಲ್ಲ, CNG ಸಿಗ್ತಾ ಇದೆ, LPG ಸಿಗ್ತಾ ಇಲ್ಲ. ಮುಂದಿನ ದಿನದಲ್ಲಿ ಆಟೋಗಳೆಲ್ಲ ಸೈಡಲ್ಲಿ ನಿಂತ್ಕೊಳ್ತವೆ, ಮತ್ತೆ ಆಟೋದವ್ರಿಗೆ ಕಷ್ಟ ಆಗುತ್ತೆ. ಮತ್ತೆ ಮನೆ ಸಿಲಿಂಡರ್ LPGನೂ ಸಿಗ್ತಾ ಇಲ್ಲ. ഇതിനോടകം തന്നെ പല ചർച്ചകളും പല ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ ഭാഗത്തുനിന്നും
അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രഷറിനൊന്നും ഒരു വിലയും അമേരിക്കയുടെ പക്ഷത്തില്ല എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എന്തായാലും പല ഭാഗത്തുനിന്നും ഇതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ബ്രിട്ടന്റെ ഭാഗത്തുനിന്നുണ്ട്. ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുള്ള ചർച്ചകളിലാണ് ലോകത്തിന്റെ ഒരു പ്രതീക്ഷ ഉള്ളത്. എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്നത് അറിയില്ല. നല്ലത് സംഭവിക്കും എന്ന് തന്നെ നമുക്ക് തൽക്കാലത്തേക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ മെട്രോ നഗരങ്ങളിലെ പല ഗ്യാസ് സ്റ്റേഷനുകളും ഇതിനോടകം തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള പുതിയ റിപ്പോർട്ടും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ബംഗളൂരു ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞ ദിവസം വിറ്റുപോയത് 4000 രൂപയ്ക്കാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. എത്ര ശതമാനം? ഏകദേശം 200-300% വില കൂടുതലാണ് ആളുകൾ ഗ്യാസ് സിലിണ്ടർ പോലും വാങ്ങുന്നത്. അപ്പൊ അതിന്റെ പ്രതിസന്ധിയുടെ ഒരു ഗൗരവം എത്ര നിങ്ങൾ ആലോചിക്കേ. 4000 രൂപക്കൊക്കെ ഗ്യാസ് ഒരു ഹോട്ടലുടമ വാങ്ങിയിട്ട് അദ്ദേഹം എത്ര രൂപക്കാണ് അതിലൂടെ പാചകം ചെയ്യുന്ന ഭക്ഷണം വിൽക്കുക എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇനി എന്തെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ അവർ വാങ്ങിയെന്ന് തന്നെ ഒക്കെ അങ്ങനെ വിറ്റാൽ കച്ചവടം ലഭിക്കുമോ? കാരണം സാധനത്തിന് വില കൂടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഫുഡിന് വില കൂടുമ്പോൾ ആളുകൾ വാങ്ങുന്നത് കുറയുമ്പോൾ തന്നെ ആ റെസ്റ്റോറന്റിന്റെ നിലനിൽപ്പ് തന്നെ ഒരു പക്ഷെ ഭീഷണിയിലാകാനും സാധ്യതയുണ്ട്. ഇത്തരമൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ മെട്രോ നഗരങ്ങളിൽ പല ഹോട്ടലുകളും ഇതിനോടകം തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ പ്രതിസന്ധി വലിയ ഹോട്ടലുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? ഒരിക്കലുമില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു സെമി റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള പാനിപൂരി വിൽക്കുന്ന ഭായിമാരുണ്ടല്ലോ ബംഗാളിൽ നിന്നുള്ള, അവരെ പോലും ഇത് ബാധിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ സർവ്വ മേഖലയിലും ഓട്ടോക്കാരൻ മുതൽ തട്ടുകടക്കാരൻ മുതൽ സെമി റെസ്റ്റോറന്റുകാരൻ മുതൽ 5 സ്റ്റാർ റെസ്റ്റോറന്റുകാരൻ മുതൽ അങ്ങനെ അനേകം ആളുകളുടെ ജീവിതമാണ് ഇതിനോടകം തന്നെ പല രീതിയിലും സാധാരണക്കാരുടെ ജീവിതമാണ് ഇതിനോടകം തന്നെ കടുത്ത പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള ലോകത്ത് തന്നെ പല രാജ്യത്തുമുള്ള പല ആളുകളും നേരിടുന്നത് എന്നാണ് നമുക്ക് പുതിയ വാർത്തകളെ അടിസ്ഥാനമാക്കി വിലയിരുത്താൻ സാധിക്കുക. In Shivaji Nagar, food stalls which see brisk business during Ramazan and Iftar have hit a roadblock as LPG cylinders are hard to book. अभी रमजान का व्यापार चल रहा है, अब सिलेंडर नहीं मिलेगा तो कैसे क्या करना है हम लोग? हाँ, लड़ाई हुआ कि बेंगलोर में शिवाजी नगर में इतना सिलेंडर की लड़ाई हो रहा है तो व्यापार नहीं चल रहा है ठोस से भी, तो कुछ हो गया तो हमारा लॉस होता है. एक दिन में 50-60 हज़ार रुपये का लॉस हो जाता है, तो हम लोग कहाँ चलाएंगे, हम लोग कहाँ जाएंगे? बहुत ज़्यादा हो गया ये मसला, बहुत ज़्यादा हो गया गैस का. हमारा व्यापार भी नहीं हो रहा है. कल बहुत जगह ढूंढिया सिलेंडर नहीं मिला. क्या करना, कैसे व्यापार करना समझ में नहीं आ रहा. मेरा यही कहना है, मेरा ये गवर्नमेंट से यही कहना है कि ज़रा इधर नज़र दो, ये ध्यान दियो, गरीब लोग को ध्यान दियो रहती. अगर ध्यान नहीं दिए तो हम लोग कहाँ जाए बोलो? नहीं होता ना ऐसा. സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു യുദ്ധത്തിന്റെ തനിച്ച സ്വഭാവം. യുദ്ധം എന്ന് പറയുന്നത് കേവലം ബോംബും തോക്കും ഇതൊന്നും മാത്രമല്ല യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ യുദ്ധത്തിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് കേവലം ബോംബായിട്ട് മാത്രമല്ല വരിക, അത് പട്ടിണിയായും തൊഴിലില്ലായ്മയായും കനത്ത വിലക്കയറ്റമായും നമ്മുടെ ജീവിതത്തിലേക്ക് പോലും കടന്നു വരാൻ അതിന് ശേഷിയുണ്ടുള്ള കാര്യം. യുദ്ധത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ അലമുറ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓൺലൈനിലൊക്കെ. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയ വളരെ നല്ല കാര്യമാണ്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ നില ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് തുടരുകയാണെങ്കിൽ ഒട്ടും വൈകാതെ കേവലം ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നടക്കുന്ന ഒരു യുദ്ധം കേരളത്തിലെ ഒരു കുഗ്രാമത്തെ പോലും എത്തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് ചിലർക്കെങ്കിലും ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ യുദ്ധത്തിൽ ആവേശം കൊള്ളും, ഇസ്രായേലെ അടിക്കട്ടെ അല്ലെങ്കിൽ ഇറാൻ അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആവേശം കൊള്ളുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ മേഖലയിലും സേഫ് ആയിട്ട് ഇരിക്കാറുണ്ട്. നമുക്ക് ഇവരെ കമന്റ് ഒക്കെ കണ്ടാലുള്ള സോഷ്യൽ മീഡിയയിലുള്ള കമന്റ് ഒക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. അല്ലെങ്കിലും സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്ത കാലത്തോളം, സ്വന്തം വീട് യുദ്ധത്തിന്റെ കെടുതിയിൽ തകർന്നു പോകാത്ത കാലത്തോളം യുദ്ധം എന്ന് പറയുന്നത് ചില ആളുകൾക്കൊക്കെ എവിടെയോ നടക്കുന്ന ഒരു പൂരം പോലെയാണ് ചില പ്രതികരണങ്ങളിൽ നിന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. എന്താ ഇവരുടെയൊക്കെ ആവേശങ്ങളിൽ നിന്ന് നിങ്ങൾ കാണണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ കുട്ടികളാണോന്ന്. അല്ല, 10, 40, 50 വയസ്സായ മുതുക്കന്മാരാണ് യുദ്ധത്തിന്റെ പേരിൽ ആവേശം കൊള്ളുന്നത്. ഇവനൊക്കെ ലേശം ബോധം ഉണ്ടാവും. ഒന്ന് ആലോചിക്കാൻ പോലുള്ള സാമാന്യ ബോധം, ഒരു ചെറിയ കുട്ടിക്കുള്ള ബോധം പോലൊന്നും ഈ 10-50 വയസ്സായ ഈ മുതുക്കന്മാർക്കൊന്നുമില്ല. ഇവരിങ്ങനെ ആവേശം കൊള്ളാണ്. ഇതിന്റെയൊക്കെ പ്രത്യാഘാതം സ്വന്തം അടുക്കളയിൽ പോലും എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സാമാന്യ ബോധം പോലൊന്നും ഇത്തരക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത്തരമൊരു പ്രതിസന്ധിയിൽ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത്. തയ്യാറെടുപ്പുകളും ദീർഘവീക്ഷണവും വളരെ അത്യാവശ്യമാണ്.
അത്തരം തയ്യാറെടുപ്പുകളും ദീർഘവീക്ഷണവും ഒക്കെ നമ്മുടെ രാജ്യത്തുള്ള ഭരണാധികാരികൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ തൽക്കാലത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലെ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം സാധാരണക്കാരനായ ആളുകളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആധുനിക ലോകക്രമത്തിൽ എവിടെങ്കിലും ഒരു യുദ്ധം ബാധിച്ചാൽ അത് അവിടെ മാത്രം ഒതുങ്ങില്ല, നമ്മുടെ അടുക്കളയിലേക്കും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിലവിലെ ഈ ഗ്യാസിന്റെ കനത്ത പ്രതിസന്ധി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നത്. കാരണം യുദ്ധം എന്നത് ഒരിക്കലും ഒരു ആശയമല്ല, അത് ലോകത്താകമാനമുള്ള മനുഷ്യന്റെ ജീവിതത്തെയും അന്നത്തെയും തൊട്ടറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഇതിന്റെ പേരിൽ ആവേശം കൊള്ളുന്ന ആളുകൾ, പ്രത്യേകിച്ച് സംഘി, ക്രിസംഗി, സുഡാപ്പി ബെൽറ്റിലുള്ള ആളുകളുണ്ടല്ലോ, ഇവന്മാരാണ് പ്രത്യേകിച്ച്. ഇവന്മാർക്കൊക്കെ ലേശെങ്കിലും ബോധമുണ്ടോന്ന് ആലോചിക്കുക. ഇവന്മാരുടെ തലയിലൊക്കെ ഈ മതം 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 എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അവനവന്റെ ജീവിതത്തിന് പോലും ബാധിക്കുന്ന ഇത്തരം ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഈ മുതുക്കന്മാർക്കൊന്നും ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എത്ര വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ലേശം ബോധമെങ്കിലും ഇത്തരം ആളുകൾക്ക് ഇനിയെങ്കിലും ഉണ്ടാവുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യുദ്ധങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രതിസന്ധികളും, പ്രത്യേകിച്ച് ഊർജ മേഖലയിലുള്ള എല്ലാ പ്രതിസന്ധികളും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനും ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ലഭ്യമാകട്ടെ എന്നും നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോടെ പറയും.